ദൈവം നടത്തിയ ആവിധങ്ങളെക്കുറിച്ച് സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പാരമ്പര്യ കൃഷ്ണ CSI കുടുംബത്തിൽ ജനിച്ച ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും പൂർണ്ണമായി വിശ്വസിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. CSIയിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെ മാതാപിതാക്കൾ ആത്മീയമായി തീഷ്ണതയുള്ളവരായി തന്നെയായിരുന്നു. പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠയുള്ളവരായിരുന്നു. എന്നാൽ ആ കാലങ്ങളിൽ ശരിയായ രീതിയിൽ ഒരു സന്തോഷമോ സമാധാനമോ അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടർഭാഗമായി ഞങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ കാലങ്ങളിൽ ആ ശൈശവ പ്രായത്തിൽ തന്നെ ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ ചിന്തിച്ച സമയങ്ങളുണ്ടായി. വളരെ ഭാരത്തോടും നിരാശയോടൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലമായി. എന്നാൽ ഒരു ദൈവദൂതനെ അയക്കുന്നത് പോലെ ദൈവം നമ്മുടെ സഭയിലെ ഒരു കർത്തൃ ശുശ്രൂഷകനെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുവാനിടയായി. കാരണം ഞങ്ങളുടെ ദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പനച്ചമൂട് സഭയാണ് ഞങ്ങളുടെ സഭ. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ വീട്. ആ ദേശത്തിൽ അന്ന് CSIക്കാരും കത്തോലിക്കരും മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്തുകാരുടെ ഒരു കുടുംബം പോലുമില്ല. ഞങ്ങളുടെ കുടുംബത്തിലും പെന്തക്കോസ്തുകാരനും ഇല്ലായിരുന്നു. ആ ദേശത്തിലും പെന്തക്കോസ്തുകാരില്ലായിരുന്നു. ആ കാലത്തിലാണ് ഈ ശുശ്രൂഷകൻ നടന്ന അതുവഴി വരുമ്പോൾ എൻ്റെ മാതാവ് വീടിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്രകാരം പ്രാർത്ഥിച്ച് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഞാൻ. കാരണം ജീവിതം തന്നെ തകർന്ന അവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഒരു ദൈവദൂതനെ പോലെയായിരുന്നു കർത്തൃദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അത് തുടങ്ങി കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാനും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. എന്നാൽ തുടർന്ന് ഭവനത്തിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഞങ്ങളെ എല്ലായ്പ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. പലപ്പോഴും ഭവനത്തിൽ യാതൊരു പ്രവേശനവുമില്ലാത്തൊരവസ്ഥയിൽ കുടുംബാംഗങ്ങൾ യാതൊരു വിധത്തിലും സഹകരിക്കാത്ത അവസ്ഥയിൽ പുറന്തള്ളപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ അഭിഷേകം പ്രാപിച്ച ആ ഒരു അനുഭവത്തിലായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആ സമാധാനം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. തുടർന്ന് 16-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാനും 14-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനും 16-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാനും തുടർന്ന് വിദ്യാഭ്യാസമൊക്കെ ചെയ്തു. അതിനുശേഷമായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനൊക്കെ ഇടയായി. പലപ്പോഴും മരണത്തിൻ്റെതായ കഷ്ടതകളൊക്കെ വന്നു. വളരെയധികം രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ആ കാലത്തിൽ തന്നെ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിച്ച അതുകൊണ്ട് മരുന്നിലോ വൈദ്യനിലോ ആശ്രയിച്ചിരുന്നില്ല. അവസാനമായിട്ട് മാതാപിതാക്കൾ പറയുന്നു, നേർച്ച നേരമായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് അയച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പല സന്ദർഭങ്ങളിൽ നേർച്ച നേർന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് മുന്നോട് അല്പം പോലും താല്പര്യവുമില്ലായിരുന്നു. കാരണം ശുശ്രൂഷകരെ സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു, അവരുടെ കൂടെ എല്ലായിടത്തും പോകുമായിരുന്നു. പക്ഷേ എന്നെ വളരെയധികം ഇതിൽ നിന്ന് ഈ ചിന്തയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരുന്നത് സമദേശത്തിൽ കൂടെയൊക്കെ അന്ന് നടന്നാ പോകുന്നത്. ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല. നടന്നൊക്കെ മാർക്കറ്റിലോ ഈ ശുശ്രൂഷകരുടെ കൂടെ ചിലപ്പോൾ വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നടന്നു പോകുമ്പോഴത്തേക്കൊക്കെ എല്ലാവരുടെയും നോട്ടം കാണുമ്പോൾ ഏതോ വിചിത്ര ജീവികൾ വരുമ്പോൾ പ്രത്യേക നോട്ടത്തോടുകൂടി ശ്രദ്ധിച്ച് എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ സങ്കോചം തോന്നുമായി. നടത്തിപ്പാര വിശുദ്ധന്മാരൊക്കെ സ്നേഹമായിരുന്നു, എല്ലാവരോടും ബഹുമാനമായിരുന്നു, എല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷെ ആ നോട്ടത്തിൽ ഞാൻ വളരെയധികം പുറകോട്ട് മാറി. ഒരിക്കലും ശുശ്രൂഷയ്ക്ക് പോകണ്ട എന്നുള്ള ചിന്തയിൽ ഞാൻ മുൻപോട്ട് പോയി. എന്നാൽ 1990 മുതൽ കർത്താവിൻ്റെ ആത്മാവിനോട് വ്യക്തമായിട്ട് ഇടപെടുവാനും സംസാരിക്കുവാനും ഇടയായി. 92-ാമത്തെ വർഷം ജനുവരി മാസത്തിൽ 91-ാമത്തെ വർഷം ജനുവരി മാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദർശനത്തിൽ കൂടെ ഇടപെട്ടു. ദൈവശബ്ദം കേട്ടു എങ്കിലും ഞാൻ അതിന്
അത് ആരോടും പറഞ്ഞിരുന്നില്ല. മാതാപിതാക്കളോട് പറഞ്ഞില്ല, ശുശ്രൂഷകരോട് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പറയും, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കുള്ളതാ, നീ വേഗത്തിൽ പോകണം എന്നൊക്കെ പറയും. അതുകൊണ്ട് ആരോടും പറയാതെ പോയി. പക്ഷേ അന്ന് തുടങ്ങി ഞാൻ കൺവെൻഷന് പോയി. ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞു. പിറ്റേ ദിവസം സുവിശേഷ വേലക്കാരുടെ മീറ്റിംഗ് എടുക്കുന്ന യോഗമുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് അതുപോലെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. പക്ഷേ അന്ന് തുടങ്ങി എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി. അന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിലെല്ലാം മുൻപോട്ടുള്ളതായ അനുഗ്രഹത്തിൻ്റെ വാതിലുകളും ദൈവം കൊട്ടിയടച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതയാത്ര വളരെ പരാജയത്തിലോട്ട് നീങ്ങുവാൻ തുടങ്ങി. ചെയ്തിരുന്ന ജോലികളിലെല്ലാം പരാജയം. എത്ര തന്നെ പൈസ കയ്യിൽ വന്നാലും കയ്യിൽ പൈസ നിൽക്കാത്തൊരു സാഹചര്യം, വളരെയധികം ദുഃഖവും സമാധാനക്കേടും. അങ്ങനെ ഒരവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരവസ്ഥയിൽ ഞാനിങ്ങനെ ദൈവത്തോട് എനിക്കപ്പോൾ മനസ്സിലായി, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, ചില പ്രത്യേക സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വളരെയധികം വ്യാകുലപ്പെട്ടു ഒക്കെ പ്രാർത്ഥിച്ചു നോക്കി. പക്ഷേ അപ്പോൾ മനസ്സിലായി, ശുശ്രൂഷയ്ക്ക് പോകാനാണ് ദൈവം ഇത് മാർഗമൊരുക്കുന്നത്. പിന്നീട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ആദ്യത്തെ പോലെ ഒരു നല്ല അനുഭവം എനിക്ക് തരികയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കൊള്ളാമെന്നൊരു തീരുമാനമെടുത്ത് ആ സമയം തുടങ്ങി പഴയതുപോലൊരു അവസ്ഥയിലോട്ട് ദൈവം എന്നെ മടക്കി കൊണ്ടുവന്നു. ജീവിതത്തിൽ സമാധാനം തന്നു, പരാജയങ്ങളൊക്കെ മാറ്റി, കടങ്ങളൊക്കെ മാറ്റി, ആ കയ്യിൽ വരുന്ന പൈസ അതുപോലെ നിൽക്കുവാനും അനുഗ്രഹിച്ച് തരുവാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു അനുഭവത്തിൽ കർത്താവിനോട് ചെയ്ത തീരുമാനത്തിൽ ഞാൻ മുൻപോട്ട് പോയി. എങ്കിലും ജനുവരി തിരുവനന്തപുരം കൺവെൻഷൻ ആയപ്പോൾ ഞാൻ പിന്നെയും പുറകോട്ട് മാറി. അപ്പോഴും ദൈവം വിട്ടില്ല. പിന്നെ ഏതായാലും തീരുമാനമെടുത്ത് 1992 വർഷം മാർച്ച് മാസത്തിൽ മദ്രാസിൽ ചെന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് എഴുതി കൊടുത്ത അന്ന് വേർതിരിക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രത്തിന് ശേഷം അടയാറിൽ ട്രെയിനിങ്ങിനായി കടന്നുപോയി. 4 മാസം അവിടെ ട്രെയിനിങ് കാലയളവിൽ 4ാമത്തെ മാസത്തിൽ വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം ദൈവം കൊടുത്ത ആലോചനയ്ക്കനുസരിച്ച് എറണാകുളത്തേക്ക് എന്നെ അയക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അന്ന് തുടങ്ങിയ 13 വർഷക്കാലം എറണാകുളത്ത് ശുശ്രൂഷ ചെയ്യുവാനിടയായി. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം തന്നു. അവിടെയൊക്കെ എല്ലാം ദൈവം അടിയനോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി നടത്തി. സഭയ്ക്ക് വളരെയധികം ഒരു പരീക്ഷയുടെ കാലഘട്ടമുണ്ടായി. വളരെയധികം പ്രതികൂലമായൊരവസ്ഥയിൽ അയൽവാസികൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിരോധമായി എഴുന്നേറ്റു. സഭയെ തച്ചുടയ്ക്കുമെന്നും അടിച്ചു തകർക്കുമെന്നും ശുശ്രൂഷകരായതിനെയൊക്കെ വെട്ടി നുറുക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഉയർന്നു വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അന്നൊക്കെ ദൈവത്തിൻ്റെ സഹായം ഞങ്ങളോട് കൂടെ ഉണ്ടായി. വളരെ ഒരു ദിവസം സൺഡേ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. സൺഡേ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 100 ചെറുപ്പക്കാരെല്ലാവരും കയറി വന്നിട്ട് ആരാധനാലയത്തിൽ വെച്ചിരുന്ന ബോക്സുകളൊക്കെ വലിച്ചു കൊറിക്കുകയും വളരെയധികം ബഹളമുണ്ടാക്കി. അടുത്ത ആഴ്ച ഇവിടെ ഒരു ആരാധനയില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. അതിനുശേഷം വിശ്വാസികൾ 2 പേര് എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അന്ന് ഏതാണ്ട് 10 മണി സമയത്താണ് കയറി വന്നത്. തുടർന്ന് അവർ ആക്രോശിച്ച് അടുത്ത ആഴ്ച ആരാധന ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഒന്നും ചെയ്യുവാൻ മടിക്കാത്ത സമൂഹമാണ്. കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളും വിദ്യാഭ്യാസം കുറവുള്ളവരും മത്സ്യത്തൊഴിലാളികളുമാണ് അവിടെയുള്ളത് കൂടുതൽ ആളുകൾ. അവർ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നൊരു കാലഘട്ടമായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നീട് 10 മണി കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഇറങ്ങിപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കാം. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു. ഞങ്ങൾ 12 മണി വരെ ശാന്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ തുടർന്ന് പിറ്റേ ദിവസം ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാനിടയായി. ഞങ്ങൾ വിശ്വാസ വീട്ടിൽ വെച്ച് എല്ലാ ദൈവമക്കളും വന്ന് കുഞ്ഞുങ്ങൾ തുടങ്ങി മുതിർന്നവർ വരെയും അന്നത്തെ പ്രാർത്ഥനയ്ക്ക് വന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞായറാഴ്ച വൈകിട്ടായപ്പോൾ അന്ന് ചീഫ് പാസ്റ്ററായിരിക്കുന്നത് ടി തോമസ് അപ്പച്ചനായ. ഞാൻ അപ്പച്ചനെ സെൻട്രലിലൊക്കെ അറിയിച്ചു. തുടർന്ന് മദ്രാസിൽ വിളിച്ച് അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ബ്രദർ, യാതൊരു വിധത്തിലും ശത്രുത അവരോടുണ്ടാകരുത്, അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് താൻ പ്രാർത്ഥിച്ചിട്ട് താൻ ഇപ്രകാരം പറഞ്ഞു, യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വാക്കുപോലെ തന്നെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പിറ്റേ ദിവസം ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. ആ പ്രാർത്ഥനയിലും ദൈവം തന്നെ ഇറങ്ങി. രാവിലെ 9 മണി മുതൽ രാത്രി 8:30 മണി വരെ ആ പ്രാർത്ഥന തുടർന്നു. കുഞ്ഞുങ്ങൾ തുടങ്ങി
മുതിർന്നവരുവരെയും പ്രായഭേദമന്യേ എല്ലാവരും വീടുകളിൽ പോകാതെ ഒരു പകൽക്കാലവും രാത്രി വരെയും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അന്നേ ദിവസം ദൈവാത്മാവ് പലരിൽ കൂടെ സംസാരിച്ചു. അതുപോലെ തന്നെ ദൈവാദേശത്തിൻ്റെ മധ്യേ പ്രവർത്തിച്ചു. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്തിൻ്റെ മധ്യേ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് വളരെയധികം ബഹളം ഉണ്ടാക്കിയ ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. 26 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. പലരും ബഹളം ഉണ്ടാക്കി, പ്രശ്നമൊക്കെ ഉണ്ടാക്കി. 100 പേരോളം അന്ന് കയറി വന്നതായി. എന്നാൽ അന്ന് ആ ദിവസത്തിൽ ആ യൗവനക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്ലാബിൽ തട്ടി താഴെ വീണു. ഒരു സൈഡ് പാരലൈസ് ആയിപ്പോയി. ദൈവത്തിന് സ്തോത്രം. വളരെ ഭയമുണ്ട്. അങ്ങനെ അവർക്ക് ഇടയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. തുടർന്ന് അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വെട്ടും കുത്തും, ഒരാൾ കൊല്ലപ്പെടുവാനിടയായി. ഒരാളിനെ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിനെ തന്നെ അവർ വെട്ടും മുറുക്കിക്കളഞ്ഞു. ആ അവസ്ഥയിൽ ചിലർക്ക് ആ ദേശത്തിൽ നിൽക്കുവാൻ കഴിയാതെയായി തളർന്നു വീണതായി യൗവനക്കാരൻ അങ്ങനെ കിടന്നു. പിന്നീട് ദൈവാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തി. അവർക്കെല്ലാം ഒരു ചിന്തയുണ്ടായി, ഇതിവിടെയുള്ളതായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. എന്നാൽ മനസ്സിലായിട്ട് പിന്നീട് ഈ വീടുകളിലുള്ളവരൊക്കെ വന്ന് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ആ യൗവനക്കാരൻ്റെ മാതാവ് ഫെയ്ത്തോമിൽ വന്നിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഒന്ന് വരണം, വന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെ അവസാനമായിട്ട് പല വിധത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുത്തെ ദൈവം ചെയ്തു. അവരുടെ മധ്യേ ദൈവം ആ സഭയെ മാനിച്ചു. അവരും തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എടുത്തൊരു വിഷയം പറഞ്ഞത് 4 മണി സ്തോത്ര പ്രാർത്ഥന. ആ 4 മണി സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ പേര് കൂടെ ചേർക്കണമെന്ന് പറയാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. അത്രത്തോളം ദൈവം ആദേശത്തിൻ്റെ മധ്യ മാനിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം കരുണ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. അവർക്കെല്ലാം ഈ കൊച്ചി ഏരിയകളിൽ ജനുവരി മാസം 1-ാം തീയതി ഒരു ആഘോഷത്തിൻ്റെ ദിവസം, ഡിസംബർ 25 മുതൽ ആ വീടുകളിൽ മറ്റെല്ലാ കമ്മിറ്റിയൊക്കെ കൂടി ഇവരൊരു സംഘടനയായിരുന്നു അവിടെ നിന്ന് കയറി വന്നത്. ചിലപ്പോൾ യൗവനക്കാരെല്ലാം കൂടി ചേർത്തുള്ള ഒരു സംഘടന ഞായറാഴ്ച ദിവസം നമ്മുടെ ആരാധനയുടെ സമയത്ത് അവർ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വെച്ചാണ് കരാട്ടയും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വിധത്തിൽ വളർന്നതായ യൗവനക്കാർ ഇവരെല്ലാം ചേർന്ന് ജനുവരി മാസം 1-ാം തീയതി ഒരു പ്രത്യേകമായ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ചിലപ്പോൾ ചില ദേശത്ത് അവിടെയുള്ളതായ കൗൺസിലർമാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ഒക്കെ ആയിരിക്കും. പക്ഷെ ആ വർഷത്തിൽ ഫെയ്ത്തോമിൽ വന്നിട്ട് ഇവരുടെ നേതാവ് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഒന്ന് വരണം, ഞങ്ങളെന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് 2 വാക്കൊന്ന് പറയണമെന്ന് പറഞ്ഞു. എനിക്കന്ന് വരാൻ പറ്റത്തില്ല. ഞങ്ങൾ സാധാരണയായിട്ട് ഞാൻ രാവിലെ 1-ാം തീയതി ഞങ്ങൾ സെൻട്രൽ ഫെയ്ത്തോമിൽ പോകുന്നു. പക്ഷേ എന്താണ് കാരണം ഞങ്ങൾക്കറിയാം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇവർക്ക് എങ്ങനെ നിന്നാലും എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിയുന്നിടത്തോളം ഒഴിവാകാൻ നോക്കി. ഇല്ല പാസ്റ്റർ ഒന്നേ പറ്റുള്ളൂ എന്ന്. ആ മീറ്റിംഗ് ഒന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമുള്ളവർ ഞാൻ നടത്തിപ്പാരോട് ആലോചന ചോദിച്ച് നടത്തിപ്പാർ പറഞ്ഞ് ഏതായാലും പ്രാർത്ഥിച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെ നടത്തിപ്പാര നമ്മുടെ കർത്തസനയിൽ ചേർക്കപ്പെട്ട ജോസഫ് കുട്ടിയപ്പച്ചൻ എന്നെ പ്രാർത്ഥിച്ചയച്ചു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആകർഷത്തോടെ അവർ നിൽക്കുകയും സ്റ്റേജിൽ കയറി പ്രധാന സീറ്റ് എനിക്ക് തന്നു. അവിടെ ഇരുന്ന് അവസാനം ഒരു കേക്കൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ആ വച്ചിപ്പുരയിൽ ജോർജ് എന്ന് പറയുന്ന ആളും ഞാനും കൂടെ ചേർന്ന് കേക്ക് മുറിച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് അവരുടെ ഇതനുസരിച്ച് ചെയ്യേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാം 1-ാം തീയതിയിൽ ഉദ്ഘാടനം. അത്രത്തോളം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിനെ കുറിച്ച് 5 മിനിറ്റ് സംസാരിച്ച് അവരെ അതിനുശേഷം കടന്നുപോയി. ദേശത്തിന് മധ്യേ ദൈവം അത്ഭുതമായി മാനിച്ചു. അതിനുശേഷം തുടർന്ന് ഇവിടെ 13.5 വർഷത്തിന് ശേഷം കോട്ടയത്തേക്ക് സ്ഥലമാറ്റമായി വന്നു. കോട്ടയത്ത് വന്നതിന് ശേഷം ചില പ്രശ്നങ്ങളിൽ പെടുവാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെയും ആദ്യമായിട്ട് ചെന്നത് പുതുപ്പള്ളി ദേശത്തിലാണ്. പുതുപ്പള്ളിയിൽ 2.5 മാസം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷമായിട്ട് നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരു 4 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം ഒരുക്കി. ആ കാലഘട്ടത്തിൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒരു ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് കടന്നുപോയി. അവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഒരു ഏരിയയായിരുന്നു. ആ വീട്ടിൽ ഒരു വർഷത്തിന് മുമ്പേ അവർ സ്ഥലം വാങ്ങിയതായിരുന്നു, വീട് വാങ്ങിയതായിരുന്നു. അവിടെ അന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഇവിടെയായിട്ട് ആളുകളൊക്കെ കൂടി
ഞാൻ ചെന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ആളുകളുടെ പ്രശ്നം തുടങ്ങി. ഏതാണ്ട് ധാരാളം ആളുകൾ അവിടെ ഓടിയിട്ട് വരുന്ന വിശ്വാസികളൊക്കെ ഇവർ അടിക്കാൻ തുടങ്ങി. കിട്ടുന്ന വടിയെടുത്ത് അടിച്ചത് ഒരു 5-6 പേരെ നന്നായിട്ട് മർദ്ദിച്ച്. ചിലപ്പോൾ 1-2 വിശ്വാസികൾ അവർ ഓടി രക്ഷപ്പെട്ട് മതിൽ ചാടി വീട്ടിനകത്തോട്ട് വരുന്നത് കണ്ടു. അപ്പോൾ മനസ്സിലായി ഏതൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ശബ്ദം കൂടിക്കൂടി വന്നു. അവസാനം അവരെല്ലാവരും കൂടെ വീടിന് പറഞ്ഞ് പ്രാർത്ഥന നിർത്താൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇപ്പൊ കത്തിക്കുമെന്ന് വളരെ ശക്തമായിട്ട് വളരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നീട് പ്രാർത്ഥന നിർത്താതിരിക്കാൻ നിവർത്തിയില്ല. പ്രാർത്ഥന നിർത്തി. എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും പോയി ഓരോരുത്തരായിട്ട് പിരിച്ചു വിട്ടു. പക്ഷേ കുറച്ചപ്പുറത്തായിരുന്നു ഫെയ്ത്ത് ഹോമിലെ കാറ് കിടന്നു. കാറിലേക്ക് പോകാൻ പിന്നെ ഞാനവിടെ നൽകി. ഞാൻ പറഞ്ഞു എനിക്ക് കാർ എടുക്കണം, അത് വന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ പറഞ്ഞു വിട്ടു. വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, ഞാൻ മാത്രം ശേഷിക്കുന്നു. അപ്പോൾ വീട്ടിലെ സഹോദരൻ പറഞ്ഞു ഞാനും കൂടെ വരാം. അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പാസ്റ്റർ തന്നെ വരട്ടെ, ഞങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മറ്റൊന്നും ഭയമോ മറ്റൊന്നും ഉണ്ടായില്ല. ഇവരുടെ കൂടെ അങ്ങ് പോയി. ഒരു 4 ചുറ്റിൽ ഇങ്ങനെ കൂടി നിന്ന് അതിൻ്റെ മധ്യത്തിൽ ഞാനും ചെന്നവിടെ നോക്കിയപ്പോൾ കാറിൽ ഒരു ടയറിൽ പോലും കാറ്റില്ല. പൂർണ്ണമായിട്ടെല്ലാം കുത്തിക്കളഞ്ഞിരിക്കുക. നോക്കിയപ്പോൾ എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും? വണ്ടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി ഇവിടുന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു ഞങ്ങളിപ്പോൾ വണ്ടി കത്തിക്കാൻ പോകാം, വണ്ടി എടുക്കുവാണെങ്കിൽ പോകാം, അല്ലെങ്കിൽ വണ്ടി ഇപ്പോൾ കത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്ത് കയറി കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു അടി അടിച്ച് മുഖത്തൊരു അടി, കണ്ണു ചേർത്തൊരു അടിയായി തീ പാറുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ കണ്ണിന് അല്പം പോലും കേട് സംഭവിക്കാതെ സർവകൃപാലുവായ ദൈവം തൻ്റെ കൈകൾ കൊണ്ട് മറച്ച് സൂക്ഷിക്കുവാനിടയായി. അല്ലെങ്കിൽ ഞാൻ അന്ന് വിചാരിച്ചു എൻ്റെ വലത്തെ കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്നേ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്താൽ താങ്ങി ഇവൻ അല്പം പോലും ഇല്ലാത്ത വാഹനം 1.5 ഇഞ്ച് മെറ്റലിട്ട സ്ഥലത്തൂടെ വേണം ഓടിച്ച് മെയിൻ റോഡിൽ വരാൻ. പക്ഷേ അവിടെ നിന്ന് ഓടിച്ചിറക്കാൻ ഓർത്ത് എന്തായാലും രണ്ടും കൽപ്പിച്ച ഇതിങ്ങനെ കാളവണ്ടി ചാടുമ്പോൾ ചാടി വണ്ടി പുറത്തോട്ട് ഇറങ്ങി വന്ന് ഒരു ടാർട്ട റോഡിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അവരത് പുറകെ വന്നു. എന്നാൽ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയോ ആരോ പറഞ്ഞിട്ട് പോലീസുകാരും വന്ന് ഇവരൊക്കെ ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ആ പോലീസുകാർ വന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഫെയ്ത്ത് ഹോമിൽ ഒരു പമ്പുണ്ടായിരുന്നു. പമ്പെടുത്ത് ഇതിൽ എയർ അടിച്ചിട്ട് പോകാമെന്ന് കരുതി. പോലീസുകാർ പറഞ്ഞു ഇനി പാസ്റ്ററെ ഇത്രയും ഓടി വന്നതല്ലേ, ഇനി ഇതിനകത്ത് എയറൊന്നും നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിച്ച ചിലപ്പോൾ നിൽക്കത്തില്ലായിരിക്കും. കാരണം 1.5 ഇഞ്ചിൻ്റെ മെറ്റലിട്ട സ്ഥലത്തുകൂടിയായി വാഹനം ഓടി വന്നിരിക്കുന്നു. 4 വീലിലും കാറ്റില്ല, ഒട്ടും കാറ്റില്ല, ഓടി വന്നു. പക്ഷേ പമ്പ് കൊണ്ടന്ന് അടിച്ചു വന്നപ്പോൾ 4 വീലിലും കാറ്റ് നിന്നു. ഒരു കുഴപ്പം വന്നില്ല. പോലീസുകാർക്ക് എന്നെ അത്ഭുതമായി. എന്നാൽ അവിടെയും ദൈവം മാനിച്ച് തുടർന്ന് ആ ദേശത്തിൻ്റെ മധ്യേ ദൈവം കരുണ കാണിച്ച് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പിന്നീട് പല കുടുംബങ്ങൾക്കും സമാധാനം നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യൻ. ഞാൻ അതിൽ സന്തോഷിക്കുന്നില്ല. കാരണം ഇവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരത്തൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടെ ആയിരുന്നു. ആ ദേശം ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ വന്ന് പാർക്കുന്ന ഒരു സ്ഥലമാക്കി ദൈവം മാറ്റിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. ടെലിഫോൺസിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ 2ാം നിലയുടെ മുകളിൽ കയറി ഏതോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു താഴെ വീണ് താൻ പൂർണ്ണമായി കിടപ്പിലായിപ്പോയി. പൂർണ്ണമായി കിടപ്പിലെ 2 ആഴ്ച ആ കിടപ്പ് മരണത്തെ വെല്ലുവിളിച്ച് കിടന്നു. 2 ആഴ്ച കഴിയുമ്പോൾ അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദേശത്തിൽ ഒരു വലിയ ഭയമുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിച്ച് പിൽക്കാലത്ത് വീട്ടിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പലരുടെയും കുടുംബങ്ങളിൽ സമാധാനമില്ലാതെയായി. പലപ്പോഴും അവർ പറഞ്ഞു അവരെ നമുക്ക് ഉപദ്രവിക്കണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ ദോഷമാണ്, സമാധാനമില്ല എന്ന് പറഞ്ഞു. ചിലരൊക്കെ വീട് വിട്ടു പോയി സമാധാനം നഷ്ടപ്പെട്ടിട്ട് അതിനുശേഷം വന്നത് ക്രിസ്ത്യാനികളായിരുന്നു. ആ വീടുകളൊക്കെ വാങ്ങി അവിടെ വന്നത് ഇപ്പോൾ അവിടെ സമാധാനപൂർണ്ണമായ അന്തരീക്ഷമുണ്ട്. ഇങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യുവാനും ദൈവം കൃപ ചെയ്തു. ഒരു 15 വർഷക്കാലം കോട്ടയത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം തന്നു. ശുശ്രൂഷ ചെയ്ത് അവസാനമായിട്ട് 2.5 മാസം കോട്ടയത്തും സെൻട്രൽ ഫെയ്ത്ത് ഹോമിലോട്ടും വന്ന് ശുശ്രൂഷ ചെയ്ത് അതിനുശേഷം കട്ടപ്പനയ്ക്ക് പോയി 1 വർഷക്കാലം കോവിഡിൻ്റെ സമയത്ത് അവിടെ ശുശ്രൂഷ ചെയ്തു. പലയിടത്ത് പോയി പല ലോക്കൽ സഭകളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്ത് പാലക്കീടിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ തിരുവല്ലയ്ക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടിയത്. അന്ന് ഞാൻ വളരെയധികം
എൻ്റെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാനുഷികമായ ചിന്താഗതികളും നടക്കല് കർത്താവേ, ദൈവഹിതം മാത്രം നടക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ട്രാൻസ്ഫർ ലിസ്റ്റ് വന്നപ്പോൾ മനുഷ്യരെല്ലാവരുടെയും ചിന്തയെ മാറ്റിക്കൊണ്ട് ഇങ്ങോട്ടായിരുന്നു സ്ഥലം മാറ്റം. ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. എനിക്കൊരു പണ്ടത്തെ ഒരു ചൊല്ല്, വയോധികന്മാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, തലയും പുലിയും പോലെ നിൽക്കുന്നവരാണ്. ആ ഒരു വാക്യം എൻ്റെ ഉള്ളിലോട്ട് വന്ന് അപ്പം ഇങ്ങനെ ശക്തരായ മനുഷ്യരുടെ ഇടയിൽ വന്ന് ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കയറി വന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ ആ ദേശത്തെക്കുറിച്ച് പല കാര്യങ്ങളും ആത്മീക കുറവാണെന്നോ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എല്ലാ മേഖലയിൽ നാം നോക്കുമ്പോൾ ഒരു ഉയർന്ന സമൂഹമെന്ന് അറിയാമായിരുന്നു. തൽഫലമായിട്ട് എൻ്റെ ഉള്ളിൽ, കൂടാതെ നമ്മുടെ ശുശ്രൂഷകരാണെങ്കിൽ പല പ്രാസംഗികന്മാരും ഒക്കെ ഉണ്ട്. ഇവരുടെ ഇടയിലൊക്കെ വന്ന് എങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ദൈവം സഹായിച്ചു. നമ്മുടെ ബാബു കൊച്ചിൻ്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്ന ഭാഗ്യ അവസരം, ഒരു വലിയൊരു ഭാഗ്യ അവസരം, സുവർണ അവസരമായിരുന്നു. അപ്പച്ചനും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ യാതൊരു വിധത്തിലും തിരുവല്ലയുമായിട്ട് ഒരു പരിചയവുമില്ല, ഇവിടെ ആരുമായിട്ട് പരിചയമില്ല, ദേശത്തെക്കുറിച്ച് ഒരു അറിവില്ല, ഒന്നും തന്നെ ഇല്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് അപ്പച്ചനൊരു ഭയം, വേദന ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും ഒരല്പം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ മനസ്സിൽ ഭാരമൊക്കെ മാറി. അപ്പച്ചനിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പച്ചനെ എൻ്റെ മകനെ പോലെ കരുതി ഞാനും അപ്പച്ചനെ ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം തന്നത് ഒരു സുവർണ അവസരമായി ഞാൻ കരുതുന്നു. തൽഫലമായിട്ട് ഇപ്പോൾ ഇവിടെ 2.25 വർഷമായിട്ടുള്ളൂ. എങ്കിലും ഈ സെൻറ്ററിലെയും ലോക്കൽ സഭകളിലെയും പല മക്കളുമായിട്ട് ആഴമേറിയൊരു ബന്ധം പുലർത്തുവാൻ ദൈവഭാഗ്യം തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ചിന്തകൾക്കപ്പുറമായിട്ട്, ഞാൻ ചിന്തിച്ചിരുന്നതിനപ്പുറമായിട്ട് നന്നായി വിശ്വസ്തരായി ജീവിക്കുന്ന, പരമാർത്ഥികളായി ജീവിക്കുന്ന, ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവജനങ്ങളെയും ശുശ്രൂഷകരെയും എനിക്കിവിടെ കാണുവാനിടയായി. ഞാൻ വന്നതിന് ശേഷം എല്ലാ ശുശ്രൂഷകരും, എല്ലാ ദൈവജനങ്ങളും എന്നെ ആഴമായി സ്നേഹിച്ചു, ബഹുമാനിച്ചു. എന്നെ കൂടെ നിന്ന് എല്ലാവരും പ്രവർത്തിച്ചു. അതിന് എല്ലാവർക്കും അവരോടും ഞാൻ നന്ദിയുള്ളവനാണ്. ഇപ്പോൾ 2.25 വർഷമായി ഇപ്പോൾ സ്ഥലം മാറ്റം വന്നിരിക്കുകയാണ്. കൊട്ടാരക്കരയിലേക്ക് വരുന്ന വ്യാഴാഴ്ച പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നടത്തിപ്പാൻ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. വ്യാഴാഴ്ച പോകണം. നമ്മുടെ അപ്പച്ചനും പോകാം. അപ്പച്ചനും ഞാൻ ഒരുമിച്ച് ചേർന്ന് പോകുക. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പച്ചൻ ബുധനാഴ്ച പോകും, ഞാൻ വ്യാഴാഴ്ച പോകും. വ്യാഴാഴ്ച ഒരു 3 മണിക്ക് ശേഷം ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ശുശ്രൂഷ ചെയ്യുവാനിടയാകുന്നത്. ആകയാൽ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാം ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും ആ കരുണയ്ക്കും ബഹുമാനത്തിനും എല്ലാം ഞങ്ങളെല്ലാം ഇപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ ചിന്തിച്ചതിനപ്പുറമായിട്ട് ഇവിടെ വന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ എനിക്ക് പല കാര്യങ്ങൾ പഠിക്കുവാനും, ഇവിടെയുള്ള ശുശ്രൂഷകരെ പരിചയപ്പെടുവാൻ, ഇവിടെയുള്ള ദൈവമക്കളെ പരിചയപ്പെടുവാൻ ഒക്കെ ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് 2.25 വർഷമെങ്കിലും ഈ സെൻറ്ററിലെ ഒരു ലോക്കൽ പോലെ ഒരു സഭായോഗത്തിന് ഞാൻ പോയിട്ടില്ല. പക്ഷേ എനിക്കിന്ന് ഇവിടെ എന്നെ സ്നേഹിക്കുന്ന പല ദൈവമക്കൾ ലോക്കൽ സഭകൾ ദൈവം തന്നു. കാരണം അപ്പച്ചൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എല്ലായിടത്തും പോകാൻ അവസരമുണ്ടായി. എല്ലാ കൺവെൻഷനുകളിലും വിവാഹം, മരണം, ജാതിയായ എല്ലാറ്റിനും അപ്പച്ചൻ്റെ കൂടെ പോകുവാനും എല്ലാവരുമായിട്ട് സഹകരിക്കുവാനിടയായി. അതുകൊണ്ട് ട്രാൻസ്ഫർ കേട്ടപ്പോൾ ആദ്യത്തെ ഫോൺ വിളി വന്നത് ലോക്കൽ സഭയിലെ വിശ്വാസികളായി. ലോക്കൽ സഭയിലെ 3-4 പേർ ആദ്യം വിളിച്ചു. അതിനുശേഷമാണ് ഇവിടുത്തെ വിശ്വാസികളെ വിളിച്ച്. അത് പുറകില്ല. കാരണം ഞാൻ പറയുന്നതിന് കാരണം ഞാൻ ലോക്കൽ സഭായത്തിൽ പോയോ വ്യക്തിപരമായൊരു ബന്ധവും സ്നേഹമൊന്നും പുലർത്തിയില്ലെങ്കിലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വിശ്വാസികൾ ലോക്കൽ സഭകൾ ദൈവം തന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഈ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നു. അവിടെയും പോകുവാൻ എനിക്ക് പ്രാപ്തിയില്ല. കാരണം പല വിധത്തിലും ശാരീരികമായ കഷ്ടങ്ങൾ ചില സമയത്തുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ഞാൻ ആയിരിക്കുന്നത്. ഇവിടെ ആയിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിൽ രോഗത്താൽ വളരെ കഷ്ടപ്പെട്ടു. ഇവിടെല്ലാം ദൈവം സഹായിച്ചു. രാത്രി ചിലപ്പോൾ ഒരല്പം പോലും ഉറങ്ങാതെ ഞാൻ വേദന കടിച്ചു നിർത്തി, വേദനയാൽ പുളഞ്ഞ് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ അടക്കമോ എന്തെങ്കിലുമൊക്കെ കാണും. ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, രാവിലെ വിവാഹ ശുശ്രൂഷയ്ക്ക് പോകേണ്ടതാണ്, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ കർത്താവെ മാനിക്കണം എന്ന് പറഞ്ഞാൽ ആ രാത്രി മുഴുവനും പ്രാർത്ഥിക്കും. ഈ അനുഭവത്തിൽ നേരം വെളുക്കുമ്പോൾ ദൈവം ഒരു ശക്തി തരും.
ഇവിടുന്ന് ചിലപ്പോൾ വലിയ വലിയൊക്കെ കാറിൽ കയറും. അത് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ദൈവം അത്ഭുതമായിട്ട് തലേ ദിവസം അവസ്ഥയിൽ ഇരുന്നത് പോലും അറിയാത്ത വിധത്തിൽ ദൈവം മാനിച്ചു. അങ്ങനെ ദൈവം മാനിച്ചു. തുടർന്ന് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഏറ്റതായി കൃപ എനിക്ക് ലഭിക്കേണ്ടതിനും ഞങ്ങൾ ശുശ്രൂഷകരായ എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ. സ്തോത്രം.